ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഈ വീഡിയോയിൽ പറയുന്നത് ഇന്ന് നടന്നിട്ടുള്ള 6ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ് എക്സാമിൻ്റെ ആൻസർ കീസ് ആണ്. സോ നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് നോക്കാം. 6 ക്വസ്റ്റ്യൻസിനാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. ഇവിടെ എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും 5-6 ക്വസ്റ്റ്യങ്ങൾക്ക് വന്നിട്ടുണ്ട്. സോ ഓർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ആക്കാം. Choose the food items that are essential for the growth and body building. നമ്മുടെ വളർച്ചയ്ക്കും ശരീരനിർമ്മിതിക്കും ആവശ്യമായിട്ടുള്ള പോഷക ഘടകം ലഭിക്കുന്ന ഭക്ഷണം ഏത് എന്നാണ് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഗ്രീൻ ഗ്രാം തോരൻ, എഗ്ഗ്, ഹോസ് ഗ്രാം കറി, ബനാന. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. 1, 2, 3 ശരിയായിട്ടുള്ളത്. അതായത് ഗ്രീൻ ഗ്രാം ഹോസ്, ചെറുപയർ തോരന്, മുട്ട, കടലക്കറി. ഇതാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ്. അടുത്തത് ബി ചോദ്യം. കംപ്ലീറ്റ് ദി വേർഡ് വെബ് വിത്ത് ദി ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ദാറ്റ് ആർ പ്രസന്റ് ഇൻ ഫുഡ്. ഇവിടെ നിങ്ങൾക്കൊരു ചാർട്ട് കംപ്ലീറ്റ് ആക്കാനാണ്. കാർബോഹൈഡ്രേറ്റ്സിൽ അടങ്ങിയിട്ടുള്ള ഫോംസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സെല്ലുലോസ് ഒന്ന് അവിടെ നൽകിയിട്ടുണ്ട്, ഗ്ലൂക്കോസും നൽകിയിട്ടുണ്ട്. പിന്നെ വരുന്നത് സ്റ്റാർച്ചും ഫൈബറും ആണ്. സോ നിങ്ങൾ അവിടെ സ്റ്റാർച്ച് എന്നും ഫൈബർ എന്നും ആണ് എഴുതേണ്ടത്. അടുത്തത് സി ക്വസ്റ്റ്യൻ. എ ഫ്യൂ ഫുഡ് ഐറ്റംസ് ആർ ഗിവൺ ബിലോ. റൈറ്റ് ഡൗൺ ദി മെയിൻ ന്യൂട്രിയൻറ്റ് ഫൈൻഡ് ഇൻ ഈച്ച് ഓഫ് ദം. താഴെ നിങ്ങൾക്ക് ഫുഡ് ഐറ്റംസ് നൽകിയിട്ടുണ്ട്. ഇതിൽ അടങ്ങിയിട്ടുള്ള പോഷകങ്ങൾ ഏതാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പൊട്ടാറ്റോയില് കാർബോഹൈഡ്രേറ്റ് ആണ്, ഗ്രീൻ ഗ്രാമിൽ പ്രോട്ടീൻ ആണ്, ഗീല് ഫാറ്റ് ആണ്, ഓറഞ്ചിൽ വിറ്റാമിൻ ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഫൈൻഡ് ഔട്ട് ദി ഡിവൈസ് ഇൻ വിച്ച് എ മാഗ്നറ്റ് ഓർ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് നോട്ട് യൂസ്ഡ്. ഇവിടെ മാഗ്നറ്റ് ഉപയോഗിക്കാത്ത ഉപകരണം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായിട്ടുള്ള ഉത്തരം ബൾബാണ്. ഓക്കെ, മാഗ്നറ്റ് ഉപയോഗിക്കാത്തത് ബൾബിലാണ്. അടുത്തത് ബി ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ദി റോങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് മാഗ്നറ്റ്. കാന്തത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തിരുത്താനാണ്. ഒന്നാമത്തെ പറയാണ് നാച്ചുറൽ ലോഡ് സ്റ്റോൺ ഈസ് എ ടെമ്പററി മാഗ്നറ്റ്. നാച്ചുറൽ ലോഡ് സ്റ്റോൺ ഒരു താൽക്കാലിക മാഗ്നറ്റ് ആണെന്നാണ്. അത് തെറ്റാണ്. എന്താണ്? നാച്ചുറൽ ലോഡ് സ്റ്റോൺ ഈസ് എ പെർമനന്റ് മാഗ്നറ്റ് ആണ്, സ്ഥിര കാന്തമാണ്. പെർമനന്റ് മാഗ്നറ്റ് എന്ന് നിങ്ങൾ തിരുത്തണം. ബി മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് അക്വയർ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. ശരിയാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള സ്ഥലത്ത് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് കാന്തിക വസ്തുക്കൾ വെക്കുകയാണെങ്കിൽ അവർക്ക് കാന്തിക സ്വഭാവം ലഭിക്കും. ശരിയാണ്. ഇനി സി മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് പെർമനന്റ് മാഗ്നറ്റിക് സ്റ്റേ ഓൺലി ഫോർ എ ഷോർട്ട് ടൈം. അത് തെറ്റാണ് അല്ലേ? കാരണം പെർമനന്റ് മാഗ്നറ്റിന്റെ കാന്തിക സ്വഭാവം എന്താണ്? ഷോർട്ട് ടൈമിലല്ല, കുറേ കാലം നിലനിൽക്കും. ഫോർ എ ലോങ് ടൈം എന്ന് നിങ്ങൾ അവിടെ തിരുത്തി എഴുതണം. ഓക്കെ. അടുത്തത് ഡി. എ ബാർ മാഗ്നറ്റ് ഹാസ് 2 പോൾസ്. ബാർ മാഗ്നറ്റിന് 2 പോൾസ് ഉണ്ട്. ശരിയാണ്. സോ ഇവിടെ തെറ്റായിട്ടുള്ളത് എ ഓപ്ഷനും സി ഓപ്ഷനുമാണ്. അത് രണ്ടും നിങ്ങൾ തിരുത്തണം. തിരുത്തി എഴുതുമ്പോൾ എ ഓപ്ഷൻ ഉണ്ടാവുന്നത് നാച്ചുറൽ ലോഡ് സ്റ്റോൺ ഈസ് എ പെർമനന്റ് മാഗ്നറ്റ്. സി ഓപ്ഷൻ തിരുത്തുമ്പോൾ ഉണ്ടാവുന്നത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് പെർമനന്റ് മാഗ്നറ്റ് സ്റ്റേ ഫോർ എ ലോങ് ടൈം എന്നാണ്. അടുത്തത് സി ചോദ്യമാണ്. റൈറ്റ് ഡൗൺ ദി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് സ്റ്റോറിംഗ് ബാർ മാഗ്നറ്റ് ഇൻ എ സയൻസ് കിറ്റ്. സയൻസ് കിറ്റിൽ ബാർ മാഗ്നറ്റ് സൂക്ഷിക്കേണ്ടതിന് 2 മെത്തേഡ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അൺലൈക്ക് പോൾസ് ആണ് സെയിം സൈഡിൽ വരേണ്ടത്. എന്നിട്ട് അതിൻ്റെ ഇടയിലായിട്ട് ഒരു മരക്കഷ്ണം വെക്കുക. പിന്നെ നിങ്ങൾ ഒരു ബാർ മാഗ്നറ്റിൻ്റെ 2 അറ്റങ്ങളിലായിട്ട് ഒരു അയൺ കീപ്പറും വെക്കുക. നമുക്ക് എഴുതാം. കീപ് 2 ബാർ മാഗ്നറ്റ്സ് ടുഗദർ വിത്ത് അൺലൈക്ക് പോൾസ് ഓൺ ദി സെയിം സൈഡ് ആൻഡ് പ്ലേസ് എ വുഡൻ സ്പേസർ ബിറ്റ്വീൻ ദം. രണ്ടാമത്തത് പ്ലേസ് എ സോഫ്റ്റ് അയൺ കീപ്പർ അക്രോസ് ദി 2 പോൾസ് ഓഫ് ദി ബാർ മാഗ്നറ്റ്. നെക്സ്റ്റ് മൂന്നാമത്തെ ചോദ്യമാണ്. വിച്ച് ആനിമൽ ഡസ് ദിസ് സ്കെൽട്ടൺ ബിലോങ് ടു? വവ്വാലിൻ്റെ അസ്ഥികൂടമാണല്ലേ. സോ നിങ്ങൾ അവിടെ ബാറ്റ് എന്നാണ്. വവ്വാലിന് എന്താ പറയുക? ബാറ്റ് ആണ് അവിടെ എഴുതേണ്ടത്. അടുത്ത ബി ചോദ്യം. വൈ ഡു എനിമൽസ് നീഡ് എ സ്കെൽട്ടൺ? എനിമൽസിന് എന്തിനാണ് സ്കെൽട്ടൺ? കംപ്ലീറ്റ് ദ ലിസ്റ്റ്. താഴെ നൽകിയിട്ടുള്ള ഈ ഒരു ലിസ്റ്റ് പൂർത്തിയാക്കാനാണ്. ഒരു പോയിന്റ് അവിടെ നൽകിയിട്ടുണ്ട്. ഗിവ്സ് സ്ട്രെങ്ത് ടു ദി ബോഡി. ബോഡിക്ക് സ്ട്രെങ്ത് നൽകാനായിട്ട് എഴുതാം. ഇറ്റ് ഗിവ്സ് ഷേപ്പ് ആൻഡ് സപ്പോർട്ട് ടു ദി ബോഡി. ഇറ്റ് പ്രൊട്ടക്ട്സ് ദി ഇന്റേണൽ ഓർഗാൻസ്. ഇത് ഇന്റേണൽ ഓർഗാൻസിനെ, ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കുന്നു. സി ചോദ്യം. എ ബേർഡ് സ്കെൽട്ടൺ ഇൻ ദി സയൻസ് ലാബ് ഈസ് ലൈറ്റ് ഇൻ വെയിറ്റ്. ഒരു ബേർഡിന്റെ സ്കെൽട്ടന് അത്ര വെയിറ്റ് ഇല്ല എന്നാണ് പറയുന്നത്.
വൈ ഈസ് ഇറ്റ് സോ, അതെന്തുകൊണ്ടാണ്? ഹൗ ഡസ് ദി ലൈറ്റർ സ്കെൽട്ടൺ ഹെൽപ്പ് ബേർഡ്സ്, ഈ ഒരു വെയിറ്റ് ഇല്ലാത്ത സ്കെൽട്ടൺ എങ്ങനെയാണ് പക്ഷികളെ സഹായിക്കുന്നത്? ബേർഡ്സിന്റെ സ്കെൽട്ടണിൽ വായു അറകൾ, എയർ ചാമ്പേഴ്സ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് അവരുടെ സ്കെൽട്ടന് വെയിറ്റ് ഇല്ലാത്തത്. സോ നമുക്ക് എഴുതാം, ബേർഡ്സ് ഹാവ് എയർ ചാമ്പേഴ്സ് ഇൻ ദെയർ ബോൺസ് വിച്ച് മേക്ക് ദെയർ സ്കെൽട്ടൺ ലൈറ്റ് ഇൻ വെയിറ്റ്. പിന്നെ ഇത് എന്തിനെ അവരെ സഹായിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഹെൽപ്സ് ബേർഡ് ടു ഫ്ലൈ ഈസിലി, അവർക്ക് ഈസി ആയിട്ട് പറക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്? താഴെ നൽകിയിട്ടുള്ളതിൽ ഏതാണ് കാന്തിക വസ്തു? ഓപ്ഷൻ എ പേപ്പർ, ഓപ്ഷൻ ബി പ്ലാസ്റ്റിക്, ഓപ്ഷൻ സി അയൺ, ഓപ്ഷൻ ഡി ഗോൾഡ്. അയൺ, ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. അടുത്തത് ബി ചോദ്യം, എ കോപ്പർ വയർ വാസ് വൗണ്ട് ഓൺ എ അയൺ നെയിൽ ആൻഡ് വാസ് കണക്റ്റഡ് ടു എ ബാറ്ററി. ഒരു കോപ്പർ വയർ ചിത്രത്തിൽ കാണിക്കുന്നത് പോലെ ഒരു ആണിക്ക് ചുറ്റും ചുറ്റിയിട്ടുണ്ട്, എന്നിട്ട് ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നെയിൽ സ്റ്റാർട്ടഡ് അട്രാക്റ്റിംഗ് സ്മോൾ പിൻസ്, ഈ നെയിൽ ചെറിയ പിന്നുകളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. വെൻ ദി ബാറ്ററി വാസ് ഡിസ്കണക്റ്റഡ്, ഈ ബാറ്ററി ഒഴിവാക്കിയപ്പോൾ ഓൾ ദ പിൻസ് ഫെൽ ഡൗൺ, എല്ലാ പിന്നും എന്താണ് താഴെ വീണു. റൈറ്റ് ഡൗൺ ദി റീസൺ, കാരണം എഴുതുക. വാട്ട് ഈസ് ദിസ് അറേഞ്ച്മെന്റ് കാൾഡ്, ഈ ഒരു അറേഞ്ച്മെന്റിന് എന്താണ് പറയുന്നത്? ഇത് ഇലക്ട്രോ മാഗ്നറ്റ് ആണ് അല്ലേ, ഈ ഒരു അറേഞ്ച്മെന്റിന് ഇലക്ട്രോ മാഗ്നറ്റ് എന്താണ് പറയുന്നത്? പിന്നെ താഴെ വീഴാനുള്ള കാരണം ഈ ബാറ്ററിയുമായിട്ടുള്ള കണക്ഷൻ പോക്കിയപ്പോൾ ഇതിനുള്ള മാഗ്നറ്റിക് പവർ നഷ്ടപ്പെട്ടു, ഈ ഒരു ആണിയുടെ മാഗ്നറ്റിക് പവർ നഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ്. സോ ഉത്തരം എഴുതേണ്ടത് ഇത് ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. പിന്നെ നെയിലിന് ഈ ഒരു പിന്നെ താഴെ വീഴാനുള്ള കാരണം ബിക്കോസ് ഇറ്റ് ലോസ്റ്റ് ഇറ്റ്സ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി വെൻ ദി ബാറ്ററി കണക്ഷൻ വാസ് ഡിസ്കണക്റ്റഡ്. ഈ ഒരു നെയിലിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി, കാന്തിക സ്വഭാവം നഷ്ടപ്പെട്ടു ഈ ഒരു ബാറ്ററിയുടെ കണക്ഷൻ പോക്കിയപ്പോൾ. അടുത്തത് സി ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദീസ് പിക്ചേഴ്സ് ഷോസ് വാട്ട് ഹാപ്പൻസ് വെൻ എ ബാർ മാഗ്നറ്റ് ഈസ് ബ്രോട്ട് ക്ലോസർ ടു അയൺ ഫില്ലിങ്സ്? ഗിവ് റീസൺ ടു യുവർ ആൻസർ. ഇതിൽ ഏത് ചിത്രമാണ് ഈ ഒരു ബാർ മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് ഇരുമ്പ് തരികൾ അയൺ ഫില്ലിങ്സ് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ചിത്രം ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിക്ചർ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കാരണം കൂടി ചോദിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഈ ഒരു പിക്ചറിൽ ബാർ മാഗ്നറ്റിൻ്റെ 2 പോൾസിലായിട്ടാണ് കൂടുതൽ അയൺ ഫില്ലിങ്സ് കാണുന്നത്. ഒരു ബാർ മാഗ്നറ്റിൻ്റെ അതിൻ്റെ പോൾസിലാണ് മാഗ്നറ്റിക് പവർ കൂടുതൽ ഉണ്ടാവുക. സോ അവിടേക്കാണ് അയൺ ഫില്ലിങ്സ് കൂടുതലായിട്ടും അട്രാക്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ് പിക്ചർ എ ആണ് ശരി എന്ന് പറയാൻ കാരണം. ഉത്തരമായിട്ട് എഴുതേണ്ടത് ദ ഫസ്റ്റ് പിക്ചർ എ ആണെന്നാണ്. റീസൺ, അയൺ ഫൈലിങ്സ് ആർ അറ്റാച്ച്ഡ് മോർ സ്ട്രോങ്ലി ടു പോൾസ് ഓഫ് ബാർ മാഗ്നറ്റ് വേർ ദി മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് മാക്സിമം. സോ ഒരു ബാർ മാഗ്നറ്റിൻ്റെ പോൾസിലേക്കാണ് കൂടുതലായിട്ടും അട്രാക്റ്റ് ചെയ്യുക, അവിടെയാണ് കാന്തിക ബലം കൂടുതലുള്ളത്, മാഗ്നറ്റിക് ഫോഴ്സ് കൂടുതൽ ഉള്ളത്. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 5ൽ എയും ബിയും ഉണ്ട്, ഏതെങ്കിലും ഒന്നിന് മാത്രം ആൻസർ ചെയ്താൽ മതി. എ ക്വസ്റ്റ്യൻ, എ ഫ്യൂ സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഡെഫിഷ്യൻസി ഡിസീസസ് ആർ ഗിവൺ ബിലോ. ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ. ഡെഫിഷ്യൻസി ഡിസീസുമായി ബന്ധപ്പെട്ട് താഴെ കുറച്ച് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്, ശരിയായത് ഏതെന്ന് എഴുതാനാണ്. ഫസ്റ്റ് ഓപ്ഷൻ, ജോയിറ്റർ ഈസ് ദ ഡിസീസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് അയൺ. അയണിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന രോഗമാണ് ജോയിറ്റർ. ഓസ്റ്റോപെറോസിസ് ഈസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് കാൽസ്യം. കാൽസ്യത്തിൻ്റെ കുറവ് കാരണം ഉണ്ടാകുന്നതാണ് ഓസ്റ്റോപെറോസിസ്. അടുത്തത് അനീമിയ ഈസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ. അയഡിൻ്റെ കുറവ് കാരണമാണ് അനീമിയ ഉണ്ടാകുന്നത്. ഈറ്റിംഗ് എ ലോട്ട് ഓഫ് സീ ഫുഡ് ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ജോയിറ്റർ ഇല്ലാതാക്കാൻ ഒരുപാട് സീ ഫുഡ് കഴിക്കുന്നത് സഹായകമാകും. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. സ്റ്റേറ്റ്മെന്റ് 2 and 4 ആർ കറക്റ്റ്. ഓക്കെ, ഓസ്റ്റോപെറോസിസ് ഈസ് കോസ്ഡ് ബൈ ദി ഡെഫിഷ്യൻസി ഓഫ് കാൽസ്യം. പിന്നെ ഈറ്റിംഗ് എ ലോട്ട് ഓഫ് സീ ഫുഡ് ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ജോയിറ്റർ, ഇതാണ് ശരി. നെക്സ്റ്റ്, എ ചൈൽഡ് വാഷ്ഡ് വെജിറ്റബിൾസ് ആഫ്റ്റർ കട്ടിംഗ് ദം. ഒരാൾ വെജിറ്റബിൾസ് കട്ട് ചെയ്തതിന് ശേഷം അത് കഴുകി. ഹിസ് മദർ സ്റ്റോപ്പ്ഡ് ഹിം ഫ്രം വാഷിംഗ് ദി വെജിറ്റബിൾസ്. വൈ? അവൻ്റെ അമ്മ അവന് ഈ ഒരു മുറിച്ചിട്ട വെജിറ്റബിൾസ് കഴുകുന്നതിനെ തടഞ്ഞു. എന്തുകൊണ്ട്? കാരണം കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് നമ്മൾ കഴുകിയാൽ അതിൻ്റെ ന്യൂട്രിയൻസ് നഷ്ടപ്പെടും, അതുകൊണ്ടാണ്. ഓക്കെ, ബിക്കോസ് വാഷിംഗ് കട്ട് വെജിറ്റബിൾസ് കോസസ് ലോസ് ഓഫ് ന്യൂട്രിയൻസ്. See complete illustration based on the required quality of nutrients in a food plate. ഒരു ഫുഡ് പ്ലേറ്റിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊക്കെയാണെന്ന് പറഞ്ഞ് ഈ ഒരു ഇല്ലസ്ട്രേഷൻ ചിത്രം പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്.
നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് കാർബോഹൈഡ്രേറ്റ് ആണ്. എ എന്ന സ്ഥലത്ത് നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് ആണ് എഴുതി കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ബി എന്ന സ്ഥലത്ത് നിങ്ങൾ വിറ്റമിൻസ് എന്നാണ് എഴുതേണ്ടത്. അടുത്തത് 5 ബിയിലെ ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട്. ഈറ്റിംഗ് സീരിയൽസ് വിത്ത് ബ്രാൻ ലീഫ് വെജിറ്റബിൾസ് എക്സെട്ര വിൽ ഹെൽപ്പ് ടു ഫെസിലിറ്റേറ്റ് ഈജക്ഷൻ ഓഫ് ഫേസസ്. തവിട് അടങ്ങിയിട്ടുള്ള ധാന്യങ്ങൾ, ഇലക്കറികൾ എന്നിവ കഴിക്കുന്നത് വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ സുഗമാക്കുന്നു എന്നാണ്. ഇനി റീസൺ കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. ഫൈബർ ഇൻ ദീസ് ഫുഡ് ഐറ്റംസ് ഫെസിലിറ്റേറ്റ് ഈജക്ഷൻ ഓഫ് ഫൈസസ്. ഇവിടെ കാരണം പറയുന്നത് വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ സുഗമാക്കുന്നത് ഇവയിലുള്ള നാരുകളാണ് എന്നാണ്. സോ ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. ബോത്ത് ദി സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദി റീസൺ ഈസ് കറക്റ്റ്. സ്റ്റേറ്റ്മെന്റും ശരിയാണ്, റീസണും ശരിയാണ്. അടുത്തത് ബി ചോദ്യം. കംപ്ലീറ്റ് ദി ടേബിൾ ഓഫ് ഫുഡ് ഐറ്റംസ് ആൻഡ് വിറ്റമിൻസ്. ഇവിടെ നിങ്ങൾക്ക് വിറ്റമിൻസ് നൽകിയിട്ടുണ്ട്. ഫുഡ് ഐറ്റംസ് വിട്ടുപോയത് പൂരിപ്പിക്കാനാണ്. ആദ്യം വിറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഫുഡ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ഫിഷ് എന്ന് എഴുതാം. അടുത്തത് വിറ്റമിൻ ബി സ്പിനച്ച്, ചീര അവിടെ നൽകിയിട്ടുണ്ട്. ഇനി വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് ഗൂസ്ബെറി, നെല്ലിക്ക, പപ്പായ ഇവയൊക്കെ എഴുതാം. അടുത്തത് സി ക്വസ്റ്റ്യൻ. ഈറ്റിംഗ് എ ലോട്ട് ഓഫ് ഫാറ്റി ഫുഡ്സ് ഈസ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. ഒരുപാട് കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. വാട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കർ വെൻ ദർ ഈസ് എക്സസ് കൊളസ്ട്രോൾ ഇൻ ബ്ലഡ്. ബ്ലഡിൽ അമിതമായിട്ടുള്ള കൊളസ്ട്രോൾ ഉണ്ടായാൽ എന്ത് ഹെൽത്ത് ഇഷ്യൂസ് ആണ് നമുക്ക് ഉണ്ടാവുക? നമുക്ക് ഹൃദയാഘാതം, ഹേർട്ട് ഫെയിലർ ഉണ്ടാവും, സ്റ്റോക്ക് ഉണ്ടാവും. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും ഉണ്ട്. ഏതെങ്കിലും ഒന്നിന് മാത്രം ആൻസർ ചെയ്താൽ മതി. എ ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾക്കിവിടെ കുറച്ച് പിക്ചേഴ്സ് നൽകിയിട്ടുണ്ട് അല്ലേ? മാഗ്നറ്റിക് നീഡിൽ, റിംഗ് മാഗ്നറ്റ്, ബാർ മാഗ്നറ്റ്, യു മാഗ്നറ്റ്. വിച്ച് ഓഫ് ദി എബോവ് മാഗ്നറ്റ് ഈസ് യൂസ്ഡ് ഇൻ എ മാഗ്നറ്റിക് കോമ്പസ്. മാഗ്നറ്റിക് കോമ്പസിൽ ഉപയോഗിക്കുന്ന മാഗ്നറ്റ് ഏതാണെന്നാണ്. ഫസ്റ്റത്തേതാണ് മാഗ്നറ്റിക് നീഡിലാണ് ആൻസർ. നെക്സ്റ്റ് ബി ചോദ്യം. ചിൽഡ്രൻ പ്ലേസ്ഡ് എ സ്ട്രോങ് മാഗ്നറ്റ് യൂസ്ഡ് ഫോർ എക്സ്പെരിമെന്റ് ഇൻ ദി സ്കൂൾ ലാബ് ഇൻ എ ബോക്സ് കണ്ടെയ്നിങ് അയൺ നെയിൽസ്. വിൽ ദി നെയിൽസ് സ്റ്റിൽ ബി മാഗ്നറ്റിക് ഇഫ് ദേ റിമൂവ് ദി മാഗ്നറ്റ് ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ്? വൈ? പറഞ്ഞിട്ടുള്ളത് വിദ്യാർത്ഥികൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് ഒരു ബോക്സിലിട്ടു. ആ ബോക്സിൽ നെയിൽസ്, ആണികൾ, അയൺ നെയിൽസ്, ഇരുമ്പാണികൾ ഉണ്ടായിരുന്നു. ഇനി ചോദിക്കുകയാണ്, കുറച്ച് ദിവസത്തിന് ശേഷം ഈ ഒരു മാഗ്നറ്റ് അതിൽ നിന്ന് എടുത്താൽ ഈ ഒരു നെയിൽസിന് കാന്തിക സ്വഭാവം ഉണ്ടാവുമോ എന്നാണ്. നോ എന്നാണ്, ഉണ്ടാവില്ല. കാരണം ഈ മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു അയൺ നെയിൽസിൻ്റെയും മാഗ്നറ്റിക് പവർ. സോ നമുക്ക് എഴുതാം നോ, ദ നെയിൽസ് വിൽ നോട്ട് റിമെയിൻ മാഗ്നറ്റിക് ആഫ്റ്റർ ദി മാഗ്നറ്റ് ഈസ് റിമൂവ്ഡ് ബിക്കോസ് ദി നെയിൽസ് ലൂസ് ദെയർ മാഗ്നറ്റിസം വെൻ ദി മാഗ്നറ്റ് ഈസ് റിമൂവ്ഡ്. നെക്സ്റ്റ് സി. റൈറ്റ് 4 സിറ്റുവേഷൻസ് ഇൻ വിച്ച് മാഗ്നറ്റ് ആർ യൂസ്ഡ് ഇൻ അവർ ഡെയിലി ലൈഫ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന 4 സിറ്റുവേഷൻസ് ഏതാണ്? 4 സാഹചര്യങ്ങൾ. കാന്തം നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന 4 സാഹചര്യങ്ങൾ നമുക്ക് എഴുതാം. ലൗഡ് സ്പീക്കർ, മോട്ടർ, ഇലക്ട്രിക് ബെല്ല്, മാഗ്നറ്റിക് ഡോർ ലോക്സ്. ഇനി അടുത്തത് 6ലെ ബി ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദി പിക്ചർ ഷോയിങ് എ ലാർജ് ബാർ മാഗ്നറ്റ് P ആൻഡ് എ സ്മോൾ ബാർ മാഗ്നറ്റ് Q. What will happen if the magnet P is slowly taken towards the magnet Q along a straight line? ഇവിടെ നിങ്ങൾക്ക് 2 മാഗ്നറ്റിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട്. ഒരു വലിയൊരു മാഗ്നറ്റ് P എന്നും ഒരു ചെറിയൊരു മാഗ്നറ്റ് Q എന്നും. P മാഗ്നറ്റ് Q മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ അടുപ്പിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിച്ചത്. ഇവിടെ അടുപ്പിക്കുമ്പോൾ അടുത്ത് വരുന്നത് എന്താണ്? ഒരേ പോൾസ് ആണ്. സൗത്ത് പോളുമാണ് അടുത്ത് വരുന്നത്. സോ ഒരേ പോൾസ് അടുത്ത് വന്നാൽ എന്താണ്? അവിടെ റിപ്പൾഷൻ ആണ്, വികർഷൻ ആണ് ഉണ്ടാവുക. അതായത് ഇത് പിയിൽ നിന്ന് Q അകന്നു പോവുകയാണ് ചെയ്യുക. സോ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. Q വിൽ മൂവ് അവേ ഫ്രം പിയിൽ നിന്നും Q അകന്നു പോവും. അടുത്തത് ബി ക്വസ്റ്റ്യൻ. എ ബാർ മാഗ്നറ്റ് ഫെൽ ഡൗൺ ആൻഡ് ബ്രോക്ക് ഇൻ ടു 2 പീസസ് വൈൽ മേക്കിംഗ് എ ടോയ് കാർ. ഒരു ടോയ് കാർ നിർമ്മിക്കുമ്പോൾ ഒരു ബാർ മാഗ്നറ്റ് വീണിട്ട് 2 ചെറിയ കഷ്ണങ്ങളായിട്ട് മാറി. നൗ ഇറ്റ്സ് മാഗ്നറ്റിക് ഫോഴ്സ് വിൽ ബി ലോസ്റ്റ്. ഒരാൾ പറയാണ് ഇപ്പോൾ ഇതിന്റെ കാന്തിക ശക്തി നഷ്ടപ്പെടും. രണ്ടാമത്തെ ആൾ പറയാണ് നോ ദിസ് പീസസ് വിൽ ബിക്കം 2 സ്മോൾ മാഗ്നറ്റ്. ഇല്ല, ഇത് 2 ചെറിയ കാന്തങ്ങളായിട്ട് മാറും. ഹു ഈസ് കറക്റ്റ്? ആരാണ് ശരി? ചൈൽഡ് 2 ആണ് ശരിയായിട്ടുള്ളത്. ഒരു കാന്തം മുറിഞ്ഞു പോയാൽ അത് പിന്നെ ചെറിയ 2 കാന്തങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ ചൈൽഡ് 2 ഈസ് കറക്റ്റ്. ലേബൽ ദി പോൾസ് ഓഫ് മാഗ്നറ്റ് ബി. മാഗ്നറ്റ് ബിയുടെ പോൾസ് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്.
ഇവിടെ നോർത്ത് പോളും അടുത്തത് സൗത്ത് പോളും ആണ് വരിക. അടുത്തത് സി ചോദ്യം, റൈറ്റ് ഡൗൺ ദി മെത്തേഡ് ഓഫ് എക്സ്പെരിമെന്റ് ടു ടെസ്റ്റ് ദി മാഗ്നറ്റിക് ഫോഴ്സ് ഓഫ് ബാർ മാഗ്നറ്റ് യൂസിങ് ദി ഐറ്റംസ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള ഐറ്റംസ് ഉപയോഗിച്ചിട്ട് മാഗ്നറ്റിക് ഫോഴ്സ് പരിശോധിക്കാനുള്ള ഒരു എക്സ്പെരിമെന്റ് നടത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഐറ്റംസ് ബ്ലേഡ്, സ്കെയില്, ത്രെഡ്, ബാർ മാഗ്നറ്റ്, PVC പൈപ്പ് സ്റ്റാൻഡ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണല്ലേ, നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ആദ്യം നിങ്ങളൊരു PVC പൈപ്പ് എടുക്കുക, അതിൽ ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ട് ബ്ലേഡ് തൂക്കിയിടുക, എന്നിട്ട് താഴെ സ്കെയിൽ വെക്കുക. ഈ ബ്ലേഡ് അനങ്ങാതെ നിൽക്കുന്ന ആ ഒരു സമയത്ത് സ്കെയിലിൻ്റെ അറ്റത്ത് ബാർ മാഗ്നറ്റ് വെക്കുക. എപ്പോഴാണോ ഈ ഒരു ബാർ മാഗ്നറ്റ് ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുവരിക, എപ്പോഴാണോ ഈ ഒരു ബ്ലേഡ് മൂവ് ആകുന്നത്, ആ ഒരു സ്കെയിലിൽ ആ ഒരു മാർക്കിലാണ് ഈ ഒരു ബാർ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. ഈ ഒരു എക്സ്പെരിമെൻ്റ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതാണ് എഴുതേണ്ടത്. സോ നമുക്ക് എഴുതാം, ടേക്ക് എ PVC പൈപ്പ് സ്റ്റാൻഡ് ആൻഡ് സസ്പെൻഡ് എ ബ്ലേഡ് ഫ്രം ഇറ്റ് യൂസിങ് എ ത്രെഡ്. ഒരു PVC പൈപ്പ് സ്റ്റാൻഡ് എടുത്തിട്ട് നൂല് ഉപയോഗിച്ചിട്ട് ഒരു ബ്ലേഡ് തൂക്കിയിടുക. പ്ലേസ് എ സ്കെയിൽ ബിലോ ദി ബ്ലേഡ്. ബ്ലേഡിൻ്റെ താഴെയായിട്ട് സ്കെയിൽ വെക്കുക. അലോ ദി ബ്ലേഡ് ടു റിമെയിൻ സ്റ്റിൽ. ബ്ലേഡ് അനങ്ങാതെ റെസ്റ്റിൽ നിൽക്കുന്നത് വരെ കാത്തു നിൽക്കുക. പ്ലേസ് വൺ എൻഡ് ഓഫ് എ ബാർ മാഗ്നറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി സ്കെയിൽ ആൻഡ് ഒബ്സർവ് ദി മൂവ്മെൻറ്റ് ഓഫ് ദി ബ്ലേഡ്. ഈ ഒരു സ്കെയിലിൻ്റെ ഒരു അറ്റത്തായിട്ട് ബാർ മാഗ്നറ്റ് വെക്കുക. എന്നിട്ട് ഏത് മെഷർമെൻറ്റിൽ വെക്കുമ്പോഴാണ് ഈ ഒരു ബ്ലേഡിൽ മൂവ്മെൻറ്റ് ഉണ്ടാവുന്നത് എന്ന് നോക്കുക. റിപ്പീറ്റ് ദി എക്സ്പെരിമെൻറ്റ് യൂസിങ് ഡിഫറെൻറ്റ് ബാർ മാഗ്നറ്റ്സ് ആൻഡ് കമ്പയർ ദി ഒബ്സർവേഷൻ. വിവിധ ബാർ മാഗ്നറ്റ് ഉപയോഗിച്ചിട്ട് ഈ ഒരു എക്സ്പെരിമെൻറ്റ് തുടർന്ന് ചെയ്യുക. സോ ഫ്രണ്ട്സ്, ഇത്രയുമാണ് നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷയിൽ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ ക്ലാസ് 1 to ക്ലാസ് 7 വരെ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്സപ്പ് ത്രൂ മെസ്സേജ് ആക്കിയാൽ മതി. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.